ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഇസ്രായേലിലേക്കുള്ള എംബസി ഇൻ്റർവ്യൂവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കുക. 2024 മാർച്ച് 4 ഞാൻ ആദ്യമായിട്ട് ബോംബെയിലെ ക്ലാസ്സിന് പോകുന്നത്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സായിരുന്നു അത്. ക്ലാസ് കഴിഞ്ഞു തിരികെ വരുന്നു. ഏകദേശം ഒരു 1.5-2 മാസത്തോളം എനിക്ക് മത്താശ വിസ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ എനിക്ക് വിസ കിട്ടുന്നു. ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 15-ാം തീയതി ഞാൻ വീണ്ടും ബോംബെയിൽ എൻ്റെ ഇൻ്റർവ്യൂവിനും മെഡിക്കലിനുമായിട്ട് പോകുന്നു. ഇൻ്റർവ്യൂ മെഡിക്കൽ എന്ന് കേട്ടപ്പോൾ തന്നെ ഹൃദയത്തിലുണ്ടായ വല്ലാത്തൊരു ടെൻഷൻ, അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് അവഗണനകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരുപാട് ജീവിതത്തിൽ കേട്ട് മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ദൈവം മുമ്പിൽ ഒരു സാധ്യത തുറന്നു തരുമ്പോൾ കണ്ണും പൂട്ടി അതിലേക്ക് എടുത്തു ചാടി. ഇനി എന്തായാലും തിരിച്ചു കയറാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ ബോംബെയിലെ ക്ലാസ്സിൽ കൂടുതൽ ഞങ്ങൾക്ക് ക്ലാസ് കൈകാര്യം ചെയ്തത് റീമ മാം ആയിരുന്നു. റീമ മാം എപ്പോഴും പറയും, നിങ്ങളിപ്പം എടുത്തു ചാടിയിരിക്കുന്നത് ഒരു കടലിലേക്കാണ്. കടലിൻ്റെ നടുക്ക് നിന്നിട്ട് ഒരിക്കലും തിരിച്ച് പോകാനായിട്ട് ചിന്തിക്കരുത്. ആ കടൽ താണ്ടി, ആ തിരമാലകളെ താണ്ടി തിരിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാണ് ശ്രമിക്കേണ്ടത്. അത് സത്യമായ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് പേപ്പർ വർക്കും ഡോക്യുമെൻ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് അലച്ചിലുണ്ട്, ഒരുപാട് സഹനങ്ങളുണ്ട്, ഒരുപാട് വട്ടം നമ്മൾ പരാജയപ്പെടും. തോൽവി നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥ വരെ നമുക്ക് വരും. പക്ഷേ എങ്കിൽ പോലും തിരിച്ച് പിന്മാറാൻ തയ്യാറാകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിപ്പെട്ടാൽ, ഇസ്രായേലിൽ എത്തിപ്പെട്ടാൽ നമ്മുടെ ജീവിതം അടപടലെ മാറും. നമ്മുടെ കാഴ്ചപ്പാട് മാറും. മറ്റുള്ളവർ നമ്മളെ കാണുന്ന ചിന്താഗതികളും മാറും. അങ്ങനെ എന്തും ആയിക്കോട്ടെ, അങ്ങനെ നല്ലൊരു ജീവിതം, സമാധാനപൂർവമായ, അത്യാവശ്യം തരക്കേടില്ലാതെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങനെ ബോംബെയിൽ ഇൻ്റർവ്യൂവിന് വരുന്നു. സങ്കടങ്ങളുണ്ട്, ടെൻഷനുണ്ട്, എന്തായിരിക്കും ഓരോ ദിവസത്തെ കാര്യങ്ങളെന്നോർത്ത് ടെൻഷനുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ബോംബെയിൽ ഇൻ്റർവ്യൂവിന് വരുന്നു. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഓരോ മിസ്സുമാരും വന്ന് നമുക്ക് പ്രീ ഇൻ്റർവ്യൂ എടുക്കും. നമ്മൾ എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണ്, എംബസി ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നു. എൻ്റെ മെഡിക്കൽ കഴിയുന്നു. തലേ ദിവസം തന്നെ നമ്മൾ മെഡിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്നു. എനിക്ക് മെഡിക്കൽ ക്വാളിഫൈ ചെയ്യുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ബോംബെയിൽ വരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്ത ഒരു ഭയമായിരുന്നു. ദൈവമേ, എന്തായിരിക്കും അഭിമുഖീകരിക്കാൻ പോകുന്നത്? നമ്മൾ വല്ലാത്തൊരു ടെൻഷനിലൂടെ ആയിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയത്. പക്ഷേ എങ്കിലും വളരെ ധൈര്യമായിട്ട്, വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇൻ്റർവ്യൂവെ ഞാൻ അഭിമുഖീകരിച്ചു. കാരണം നമുക്ക് കാശ് കൊടുത്താലോ നമുക്കൊരിക്കലും ഇൻ്റർവ്യൂ പാസ്സാകാനായിട്ട് സാധിക്കത്തില്ല. അവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം, കോൺഫിഡൻസ് തന്നെയാണ്. ഞാൻ ആ ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പേ ഒരു അരമണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത് ഇതിന് തൊട്ട് പിന്നാലെ വരുന്ന എൻ്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെ ചിന്തിച്ചു. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ ബോൾഡാക്കി. അങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ സത്യസന്ധമായും വളരെ കോൺഫിഡൻ്റായിട്ടും എനിക്ക് ആൻസർ പറയാൻ സാധിച്ചു. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞു. എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ പാസ്സാണ്. കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റായിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസിനും നല്ല പ്രോപ്പറായിട്ട് ആൻസർ പറയാനായിട്ട് സാധിച്ചു. കൂടുതലും എന്നോട് ക്യാഷ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതലും ചോദിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിപ്പിച്ചു. ഹസ്ബൻഡിൻ്റെ കൺസേൺ മേടിച്ചു, എൻ്റെ സൈൻ മേടിച്ചു. എൻ്റെ ഹസ്ബൻഡ് നിൽക്കുമ്പോഴും എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനും ഞാൻ വളരെ കൂളായിട്ട് ഹാപ്പിയായിട്ട് അതിന് ആൻസർ പറഞ്ഞു. ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാൻ സാധിച്ചു ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ടെന്ന്. ആ ഒരു നിമിഷം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നോട് ആരെങ്കിലും ഏറ്റവും ലൈഫിലെ ഏറ്റവും മെമ്മറബിളായിട്ടുള്ള ഒരു ദിവസം പറയാനായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ എംബസി ഇൻ്റർവ്യൂ പാസ്സായ ആ ഒരു ദിവസം. അതായത് എൻ്റെ പാസ്പോർട്ടിൽ ഇസ്രായേൽ എംബസിയുടെ വിസ സ്റ്റാമ്പ് ചെയ്ത ആ ഒരു ദിവസം.
എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയെടുത്ത ഒരു ദിവസം എന്ന് ഞാൻ ആ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കും. എൻ്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തു. അത് കിട്ടിയ ആ ഒരു ദിവസം എനിക്ക് ലൈഫിൽ എന്തൊക്കെയോ നേടിയെടുത്തു. ഇനി ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടതായിട്ട് വരത്തില്ല. ആരും ഇനി എന്നെയും എൻ്റെ കുടുംബത്തെയും പുച്ഛിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരമായിട്ട് ഞാൻ ആ ഒരു മൂമെൻറ്റ് ഇന്നും എൻ്റെ ലൈഫിലെ ഏറ്റവും വളരെ വാല്യൂബിളായിട്ട് ഞാൻ കാണുന്നൊരു നിമിഷമാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നിയ, ഒരു പ്രൗഡ് തോന്നിയ ഒരു നിമിഷമാണത്. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 7 പേരും ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ജൂലൈ 1, 2024 ജൂലൈ 1 ഞങ്ങളുടെ മകളുടെ, എൻ്റെ ടിമ്മോളുടെ 6ാമത്തെ ജന്മദിനമായിരുന്നു അന്ന്. ജീവിതത്തിൽ ഒരുപാട് തവണ, ഒരുപാട് ദിവസങ്ങളും ഒരുപാട് വർഷങ്ങളും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർത്തിട്ടുണ്ട്. കാരണം ഒരു മകളാണ്, ഒരു മകനുമുണ്ട്. 2 പേരെയും പഠിപ്പിക്കണം, 2 പേരുടെയും ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകണം. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ കിടന്ന് നീറിപ്പോകാൻ കുറേ വർഷങ്ങൾ തള്ളി നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിനൊരു ദിവസമാണ് പൂർണ്ണമായിട്ടും ജൂലൈ 1. കാരണം 6 വർഷത്തിന് മുന്നേ എൻ്റെ മകളെ കിട്ടിയ ആ ഒരു ദിവസം ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. കാരണം ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. കാരണം എൻ്റെ മകളിൽ ഞാൻ എന്നെ തന്നെയാണ് പൂർണ്ണമായിട്ടും കണ്ടത്. പക്ഷേ ആ ഒരു ദിവസം ദൈവം വേറെ ഒരു അച്ചീവ്മെൻറ്റ് എൻ്റെ ലൈഫിൽ കരുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ 2024 ജൂലൈ 1 രാത്രി 10:30 ഞാൻ ഇസ്രായേൽ മണൽ കാലുകുത്തി. അവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ഒരു പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ അവിടെ പതറാനോ ആ ഒരു യാത്രയെ അവസാനിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇസ്രായേൽ മണ്ണിൽ വന്നു. എൻ്റെ ഏജൻറ്റ് കൊണ്ടുവന്ന വണ്ടിയിൽ ഞങ്ങൾ കുറേ പേര് അതിൽ കയറി, കുറച്ച് പേര് വേറെ ആളുകൾ വന്ന് കൊണ്ടുപോയി. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഏജൻസിയിൽ പോയി റിപ്പോർട്ട് ചെയ്തു. എൻ്റെ എംപ്ലോയർ വന്നു, എന്നെ എംപ്ലോയറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ഇസ്രായേൽ ജീവിതം. ആ ഒരു രാത്രി മുതൽ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം എനിക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. 10:30 വന്നു, 11:30-12 മണിക്ക് ആയപ്പോഴത്തേക്ക് നിങ്ങൾ റൂമിൽ വന്നെങ്കിലും അന്നത്തെ ദിവസം ഞാൻ എന്നെ തന്നെ, അല്ലെങ്കിൽ എന്നെ ഒരു കഴിഞ്ഞ ഒരു ജീവിതത്തെക്കുറിച്ച്, എന്നെ കുറ്റപ്പെടുത്തിയവരെക്കുറിച്ച്, ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരെക്കുറിച്ച്, പരിഹസിച്ചവരുടെ മുമ്പിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചവരുടെയൊക്കെ മുഖങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊന്നും വെറുപ്പോ ദേഷ്യമോ ഒന്നും ഈ നിമിഷം എനിക്ക് തോന്നുന്നില്ല. കാരണം അവരന്ന് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ്, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പൂർണ്ണമായും ബോധ്യം വന്നതുകൊണ്ടാണ് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലും എഴുന്നേൽക്കണം, രക്ഷപ്പെടണം. സ്വന്തമായിട്ട് നമ്മളാരും സഹായിക്കാനില്ല, അല്ലെങ്കിൽ ആരുമില്ല, വട്ടപൂജ്യത്തിനും താഴെ നെഗറ്റീവിലോട്ടാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് എഴുന്നേൽക്കണം എന്നുള്ളൊരു ഉൾവിളി ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട്, ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇപ്പോഴും പറയും, അതായത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ യാത്രയിൽ ഒരു 5000 രൂപ പോലും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടെ നിന്നും എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് പറ്റിയെങ്കിൽ അത് ദൈവത്തിൻ്റെ സഹായം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി അമ്മാവിക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.